പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ശക്തമായ ചൂടാണ്. ഈ ചൂടിനെ മറികടക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു വേവലാതിയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ എയർ കണ്ടീഷനാണ് അതിൻ്റെ ഒരു മുഖ്യമായ ഒരു സൊല്യൂഷൻ. ശാശ്വത പരിഹാരം എന്നൊക്കെ വേണമെങ്കിൽ എയർ കണ്ടീഷൻ എന്ന് പറയാം. പക്ഷേ അതൊന്നും എല്ലാവരെ കൊണ്ട് സാധ്യമാകുന്ന കാര്യമില്ല. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ നമുക്ക് പല ചെറിയ ചെറിയ ടെക്നിക്കുകളൊക്കെ ഉപയോഗപ്പെടുത്തി താൽക്കാലികമായിട്ടുള്ള ചില പരിഹാര മാർഗ്ഗങ്ങൾ, ഈ ചൂടിൽ നിന്നും, ശക്തമായ ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം സെർച്ചുകൾ നടത്തി ആ സെർച്ചിന് കൂടുതൽ കണ്ട ചില കാര്യങ്ങളുണ്ട് ശ്രദ്ധയിൽപ്പെട്ടെ. അതിൽപ്പെട്ടൊരു കാഴ്ച എൻ്റേതായിട്ടുള്ളൊരു ആശയത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൂടെ 2 കൊച്ചുമക്കളുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിരിക്കുന്ന സാധനം ഒന്ന് വേണ്ടത് നമ്മുടെ വാഷ് ബേസിൽ നിന്നൊക്കെ എൻ്റെ വേസ്റ്റ് വെള്ളം ഒഴിവാക്കി കളയാനുള്ള ഒരു പമ്പാണ്. ഏകദേശം ഒരു 70 രൂപയൊക്കെയാണ് ഇതിന് വില വരുന്നത്. ഇനി രണ്ടാമത് വരുന്നത് നമുക്കൊരു ഔട്ടിംഗ് ഫാനാണ്. അപ്പോൾ ഇത് കുറച്ച് ഹൈ സ്പീഡാണ്. കുളിർമ എന്ന കമ്പനിയുടെ ഒരു ഫാനാണ്. അപ്പോൾ ഈ കുളിർമ കമ്പനിയുടെ ഒരു ഫാന്. പിന്നെ അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ബോക്സ് വേണം. അങ്ങനെ ഒരു ബക്കറ്റ് പോലെ ഒരു ബോക്സ്. ഇങ്ങനെ ഒരു ബോക്സിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എവിടെ സാർ? അതിനുശേഷം നമുക്കൊരു PVC പമ്പ്, 1 ഇഞ്ചിൻ്റെ, പിന്നെ അതിൻ്റെ ഒരു ബെൻഡ്, പിന്നെ നമുക്ക് MTA ജോയിനിങ്. അപ്പോൾ അതിൻ്റെ മെയിലും ഫീമെയിലും വേണം. അപ്പോൾ അത് രണ്ടും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിനി കാര്യമായിട്ട് ഇതിലേക്ക് വേണ്ട സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആ വർക്കിലേക്ക് പോകുകയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. ഒരു 1000 രൂപേൻ്റെ ഉള്ളിൽ ആണ് ഏകദേശം ഇതിൻ്റെ ഒരു ചിലവ് വരിക. അതിൻ്റെ ഒരു കറക്റ്റ് കണക്ക് ഞാൻ നിങ്ങളിലേക്ക് ലാസ്റ്റായിട്ട് എത്തിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫോളോ ചെയ്യുക, മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ അതൊരു അവസരമായിട്ട് മാറും എന്നൊരു പ്രതീക്ഷയിൽ കൂടുതൽ ഓർമ്മപ്പെടുത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. കൂടുതൽ ആളുകളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാം. ഓക്കെ, അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മുടെ വർക്കിലേക്ക് കിടക്കണം. ആദ്യം നമുക്ക് വേണ്ടത് ഔട്ടിംഗ് ഫാനിൻ്റെ ഇറക്കി വെക്കാനുള്ള റോൾസ് ആ ബോട്ടിലിൻ്റെ അടപ്പിൽ നിർമ്മിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു റൗണ്ട് വരച്ചു. അതിനുശേഷം മെഴുകുതിരിയൊക്കെ ഒന്ന് കത്തിച്ചതിന് ശേഷം കത്തി ഒന്ന് ചൂടാക്കുക. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം അളവ് തെറ്റാതെ അല്ലെങ്കിൽ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് കത്തി ചൂടാക്കുന്നത്. ഇത് കട്ട് ചെയ്യാൻ വേണ്ടി പല മാർഗ്ഗങ്ങളുണ്ട്. എന്തായാലും എനിക്കപ്പോൾ സൗകര്യപ്രദമായ ഒരു സാഹചര്യം ഇതായിരുന്നു. അത് ഞാൻ ഉപയോഗപ്പെടുത്തി ജസ്റ്റ് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏകദേശം ആ ഒരു വൃത്തം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഔട്ടിംഗ് ഫാനിൻ്റെ ആ ഇൻഭാഗം, ആ റൗണ്ട് ഭാഗം ഇറക്കി വെക്കാൻ സാധിക്കും. അങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ 4 ഭാഗത്തായിട്ട് റോൾസ് ഉണ്ട്, സ്ക്രൂ ഇട്ട് ടൈറ്റാക്കാൻ. അവിടെ നെറ്റ് ബോട്ടിട്ടാണ് ഞാൻ ടൈറ്റാക്കുന്നത് അതിൻ്റെ അടപ്പിൽ. അപ്പോൾ അതിൻ്റെ ഒരു അടയാളം ഇടുക, മാർക്കർ കൊണ്ട് ഒരു അടയാളം ഇട്ടതിന് ശേഷം ഷോൾഡറിങ് അയൺ ഉപയോഗപ്പെടുത്തി 4 ഹോൾസുകൾ ഇടുകയാണ്. ഹോൾസ് ഇട്ടതിന് ശേഷം നമുക്ക് ഔട്ടിംഗ് ഫാൻ വെച്ചതിന് ശേഷം നെറ്റ് ബോൾട്ട് കൊണ്ട് ടൈറ്റാക്കി കഴിഞ്ഞാൽ അതവിടെ കുറച്ച് ഭദ്രമായിട്ട് ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഷോൾഡറിങ് അയൺ ആകുമ്പോൾ പെട്ടെന്ന് ഹോൾസ് ഇടാൻ പറ്റും. നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് ആ റൗണ്ടിൽ നമുക്ക് ഹോൾസും കിട്ടും. അതാണ് അതിൻ്റെ ഗുണം. അതിനുശേഷം ഈ 4 ഹോൾസിലേക്കും നെറ്റ് ബോൾട്ടിൻ്റെ ഒരു ഭാഗം എടുത്ത് സ്ക്രൂ ടൈറ്റാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുളിർമ ഫാനിന് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ മേൽഭാഗം, അതിന് എയർ തള്ളുന്ന ഭാഗം ഇങ്ങനെ അടഞ്ഞിരിക്കും. അത് ഓട്ടോമാറ്റിക് ആവശ്യം വരുന്ന സമയത്ത് ഇങ്ങനെ ഇതുപോലെ തന്നെ ആ നെറ്റ് ഇങ്ങനെ ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധറാകേണ്ട ആവശ്യമില്ല. ഈ ഔട്ടിംഗ് ഫാനൊക്കെ നമുക്ക് ഇലക്ട്രിക് വിഭാഗം സെക്ഷനൊക്കെ വിൽപ്പന നടത്തുന്ന കടയിലൊക്കെ കിട്ടും. ഞാൻ എൻ്റെ സുഹൃത്ത് എൻ്റെ ഗ്രാമത്തിൽ തന്നെയുള്ള AK ട്രേഡേഴ്സ് എന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അതിനുശേഷം എന്തായാലും നമുക്ക് ആ നെറ്റ് അതിൻ്റെ മുകളിൽ കുടുക്കിയ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. മുകളിലെ അടപ്പിൽ ഞാനൊരു MTA ജോയിൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇത് ഹൈ സ്പീഡ് ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള എയർ തള്ളും. അപ്പോൾ ഉള്ളിലേക്ക് തള്ളുന്ന അത്രയും എയറിനെ പുറം തള്ളാനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ലെങ്കിൽ അത് റിട്ടേൺ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു ഹോൾസ് ഞാൻ അതിൻ്റെ സൈഡിലും കൂടി കൊടുക്കുകയാണ്. ആ ഒരു പ്രവർത്തനം അപ്പോൾ നടക്കുന്നത്. ഒക്കെ കത്തി ചൂടാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ റൗണ്ട് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതി അതിന് ഉപയോഗപ്പെടുത്താം എന്ന് മനസ്സിലാക്കുക. ആ MTA ജോയിൻ കൊടുക്കുന്നത് അതിൻ്റെ മെയിലും ഫീമെയിലും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ആ ബോക്സിൽ നമ്മൾ ആ ബക്കറ്റിൽ നല്ല ടൈറ്റായിട്ട് അവിടെ എടുക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫാനൊക്കെ ഔട്ടിംഗ് ഫാനൊക്കെ കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ സൈഡിലൂടെ ഒക്കെ എയറിൽ ആവശ്യമില്ലാത്ത വഴികളിലൂടെ ലീക്കായി പോകുന്ന ആ ഭാഗങ്ങളെ ഒന്ന് തടസ്സപ്പെടുത്താൻ വേണ്ടി, ഒഴിവാക്കുന്നതിന് വേണ്ടി
ഗ്ലൂ ഗൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് കൊടുക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ വാഷ് മെഷീനിൽ നിന്നൊക്കെ അതിൻ്റെ വേസ്റ്റ് ഒഴിവാക്കി കളയുന്ന ഒരു പമ്പാണ്. ആ പമ്പും കൂടി നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ബോക്സിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഗ്ലൂ ഗണ്ണ് കൊടുത്താൽ ആ ഗ്ലൂ ഗണ്ണിൽ ആ പമ്പൊന്ന് ഉറപ്പിച്ച് നിർത്തേണ്ടത്. കാരണം വെള്ളം ഒഴിക്കുന്ന സമയത്ത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒരല്പം പശ കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ആ പമ്പ് ഏകദേശം വെള്ളത്തിൽ താങ്ങുന്ന മുങ്ങി നിൽക്കാൻ പാകത്തിന് വെക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒട്ടിക്കാനുള്ളൊരു പദ്ധതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആ പമ്പ് അടിയിലേക്ക് ഇറക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മുഴുവനായിട്ട് നമുക്ക് വെള്ളം നിറക്കാൻ സാധിക്കില്ല. അതിൻ്റെ ബക്കറ്റിൻ്റെ ഒരു കാൽഭാഗം അരഭാഗം മാത്രമേ വെള്ളം നിറക്കാൻ സാധിക്കുള്ളൂ. കാരണം മുകളിൽ ഫാനൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് വെള്ളം നിറക്കുന്ന സമയത്ത് ഇത് ഫൈബർ ആയതുകൊണ്ട് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. എയറാണ് അതിനുള്ളിലൂടെ പാസ് ചെയ്യുന്നത് പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലൂടെ എയർ തള്ളുന്ന 2 ഹോൾസുകളാണുള്ളത്. രണ്ടും 1 ഇഞ്ച് പമ്പാണ്. അതിലൊന്ന് ഈ പമ്പിൻ്റെ ഉള്ളിലൂടെ വെള്ളത്തിലൂടെ കറങ്ങിക്കൊണ്ടാണ് എയർ തള്ളുന്നത്. അതാണ് ഏറ്റവും കൂള് വരുന്നത്. ഒന്ന് പിന്നെ ഓപ്പണായിട്ട് ബോക്സിൽ തന്നെ നേരിട്ട് കൊടുത്താണ് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ ഇങ്ങനെ പമ്പിലൂടെ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കൂള് കിട്ടാൻ അതൊരു കാരണമായി മാറുന്നു മനസ്സിലാക്കുക. ഏകദേശം അതിൻ്റെ സെറ്റിങ്സൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് പ്രവർത്തിപ്പിക്കണം നമുക്ക്. അപ്പോൾ പ്രവർത്തിപ്പിക്കാൻ പോവാണ്. കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓണാക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം എന്താണെന്ന് നമുക്ക് ഓണാക്കിയതിന് ശേഷം ഞാൻ പങ്കുവെക്കാം. അതിന് മുമ്പ് ഓണാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി മറന്നുപോയി. അതിലേക്ക് ഐസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. പെട്ടെന്നായതുകൊണ്ട് കൂടുതൽ കട്ടായിട്ടില്ല. എങ്കിലും കൂടെ ഒരു ചെക്കിങ് എന്ന നിലക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഐസ് നിറച്ച് ബാക്കിയുള്ള വെള്ളം കൂടി അതിൽ ദമ്മാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രവർത്തിപ്പിച്ച് നോക്കണം. അപ്പോൾ ഇതിലൂടെ എയർ തള്ളുന്ന ഒന്ന് സൈഡിലാണ്, ഒന്ന് മുകളിലാണ്. മുകളിൽ കൊടുത്തതിനാണ് ഞാൻ ആ പമ്പ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിലൂടെ പോരുന്ന എയർ വെള്ളത്തിലൂടെ ഈ തണുത്ത വെള്ളത്തിലൂടെ കവർ ചെയ്തുകൊണ്ട് പുറത്തേക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ച എയറിനെ കൂൾ എയർ പുറത്തേക്ക് തള്ളുന്നു എന്നാണ് അർത്ഥം. എന്തായാലും പ്രിയമുള്ളവരെ, ഇതാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാഴ്ച. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. കൂട്ടത്തിൽ ഈ ചാനലിൻ്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ ഇത് നമുക്ക് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിലേക്ക് കൊണ്ടു നടക്കാൻ സൗകര്യമാണ്. പ്രിയമുള്ളവരെ, ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.